ആ കഴുത്ത് നോക്കട്ടെ. ഓ കണ്ടിട്ട് ഇത് പെട്ടെന്ന് തിരിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ള ഉളുക്കായിട്ടാ തോന്നുന്നത്. ഒരു സർജറി വേണ്ടി വരും. അയ്യോ ഓപ്പറേഷനോ? ഓപ്പറേഷൻ ഒന്നും വേണ്ട. പേടിക്കണ്ടെന്നേ, നമ്മുടെ എഫിഷ്യൻ സർജൻ ഇപ്പൊ അവൈലബിൾ അല്ലേ, ഡോക്ടർ ജിന്ദു. കഴിഞ്ഞ മാസം ഒരു യുവതിയുടെ പ്രസവത്തിന് സിസേറിയൻ ചെയ്തപ്പോ അവരുടെ മലാശയം കീറിയില്ലേ, അവര് തന്നെ. എന്റെ ദൈവമേ, അവരൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പേ ഒരു രോഗിയുടെ വയറ്റില് കത്രിക വെച്ച് തുന്നിയ 2 ഡോക്ടർമാരുണ്ട്, അവരായാലും. അയ്യോ താനൊന്ന് പോയേ, തനിക്കത് വട്ടാ. പേടിക്കണ്ട മാഡം, കത്രിക 5 അല്ല 50 വർഷം വയറ്റിലിരുന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ലാന്ന് നമ്മുടെ ഗവൺമെന്റിൽ. പിന്നെ കഴുത്തിലെ സർജറി ആവുമ്പോ ചെറിയ ക്ലിപ്പോ എന്തെങ്കിലും ഒക്കെ വെക്കാൻ പറ്റുള്ളൂ, കത്രിക ഒന്നും വെക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് പേടിക്കാൻ. ഓപ്പറേഷൻ ഒന്നും വേണ്ട, അല്ലാതെ ഉള്ള ചികിത്സ മതി. എന്നാ പിന്നെ കയ്യിൽ മുറിവുമായിട്ട് വന്നൊരു കുഞ്ഞിന് പ്ലാസ്റ്റർ ഇട്ടൊരു ഡോക്ടർ ഉണ്ട്, അയാൾ വിളിച്ചാലോ? കൈ മുറിച്ച പോലെ ഇനി കഴുത്ത് മുറിക്കേണ്ടി വരുമോ? ഓ എന്റെ പൊന്നു ഡോക്ടറെ, ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്കിപ്പ എനിക്ക് ഈ വേദന മാറാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലേ? അതിനെന്താണ്, പറ്റുമല്ലോ. ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. ചിലപ്പോ കണ്ണീന്ന് മൂക്കിന്നൊക്കെ കുറച്ച് ചോര വന്നേക്കാം, ചിലപ്പോ കൃഷ്ണമണി എടുത്ത് കളയേണ്ടതായിട്ട് വന്നേക്കാം, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്റെ ദൈവമേ, താൻ എന്തൊക്കെയാണ് പറയുന്നത്? ഏതെങ്കിലും നാട്ടിൽ നടക്കൂ ഇതൊക്കെ? കേരളത്തിൽ സംഭവിക്കുമല്ലോ, നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മാഡം പേടിക്കണ്ട, ഞാൻ ഒരു MRI എഴുതി തരാം. ഞങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാരുള്ളത് കൊണ്ടാണ് കേരളം നമ്പർ 1 ആയി ഇങ്ങനെ നിലനിന്ന് പോകുന്നത്.